ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ക്ലോവൻസ് വേൾഡിലേക്ക് സ്വാഗതം. ഞാൻ ആദ്യമായിട്ടാണ് ഒരു വീഡിയോ ചെയ്യുന്നത്. ഞാൻ ഇസ്രായേലിലാണ് ജോലി ചെയ്യുന്നത്. ഒരു 3 വർഷമായിട്ട് ഇപ്പോൾ ഇസ്രായേലിൽ ജോലി ചെയ്യുന്നു. അപ്പോൾ എനിക്കിന്നൊരു ഓഫാണ്. അപ്പോൾ ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലത്തിൽ കൂടെ നമുക്ക് റൗണ്ട് നടന്നിട്ട് തന്നാലോ? ഒത്തിരി കാഴ്ചകളുണ്ട്. കുറച്ച് കാര്യങ്ങൾ ഇന്ന് കാണിക്കാം. കുറച്ച് പൂക്കൾ, ഞങ്ങൾ ഇവിടുത്തെ ഗാർഡന്, കുറച്ച് തോട്ടങ്ങൾ. എൻ്റെ ഈ പുറകിൽ കാണുന്ന അവാക്കാഡോ ഒരു തോട്ടമാണ്, അവാക്കാഡോ. അതിനെപ്പറ്റി വേറൊരു ദിവസം ഞാൻ നല്ലൊരു വീഡിയോ ചെയ്യുന്നതാണ്. ഇപ്പോൾ ജസ്റ്റ് നമുക്ക് റൗണ്ട് നടന്നിട്ട് വരാം. നടക്കുന്ന വഴി നമുക്ക് കാണുന്ന കാഴ്ചകളൊക്കെ ജസ്റ്റ് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഓക്കെ, അപ്പം ഫോളോ മീ. ഇത് ഞങ്ങൾ താമസിക്കുന്ന ഒരു വില്ലേജാണ്. ഈ വില്ലേജിൻ്റെ പുറത്തു കൂടെ നടക്കാനുള്ളൊരു വഴിയാണ്. നമുക്ക് രാവിലെയും വൈകുന്നേരമൊക്കെ നടക്കാനും എക്സസൈസ് ചെയ്യാനും ഓടാനും ഒക്കെ പറ്റിയ സ്ഥലമാണ്. ഇതിൻ്റെ അപ്പുറത്തോട്ട് വേറെ വില്ലേജാണ്. അതാണ് അവർ ഈ ഫെൻസിങ് കെട്ടി ഇവിടെ ഇങ്ങനെ തിരിച്ചേക്കുന്നത്. നമുക്ക് കാണാം. അതിൻ്റെ അപ്പുറത്തോട്ട് നമുക്ക് കിടക്കാൻ പറ്റത്തില്ല, അത് വേറെ പ്രോപ്പർട്ടിയാണ്. അതിൻ്റെ അകത്ത് തോട്ടങ്ങളാണ് ഈ കാണുന്നത്. പലതരത്തിലുള്ള തോട്ടങ്ങൾ, ഫ്രൂട്ട്സാണ് കൂടുതലും ഇവിടെ കൃഷി ചെയ്യുന്നത്. കാണുന്നത് നമ്മുടെ ഈ ചെറിയ പ്ലംസാണ്. പ്ലംസിൻ്റെ തോട്ടമാണ് ഈ കാണുന്നത്. പക്ഷേ അതിപ്പോൾ ഈ തണുപ്പ് കാലമാണ്. ഇവിടെ തണുപ്പായതുകൊണ്ട് ഇലയെല്ലാം പോയി നിൽക്കുകയാണ്. ഇപ്പോൾ 2 മാസം കഴിയുമ്പോൾ ഇലയെല്ലാം വന്ന് കായ്ക്കാൻ തുടങ്ങും. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് വീഡിയോ കാണിച്ചു തരാം. കുറേ നടന്നു. ഇപ്പോൾ നിങ്ങൾക്ക് കാണാമെന്നറിയത്തില്ല, അങ്ങ് ദൂരെ കുറേ മലകൾ കാണാം. ആ മല ഫുള്ള് ഐസാണ്. ഇപ്പോൾ ഐസ് തണുപ്പ് കുറഞ്ഞു, എന്നാലും ചെറുതായിട്ട് ഇപ്പോഴും ഉണ്ട്. ഞങ്ങളുടെ ഇവിടുത്തെ ഹെർമോൺ എന്ന് പറയുന്ന സ്ഥലമാണ്. ഒത്തിരി പേര് വിവിധ ആൾക്കാരൊക്കെ ഇവിടെ വരുന്നതാണ്. ഞാൻ നിങ്ങളെ കാണിക്കാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല, എന്നാലും ചെറുതായിട്ട് കാണാം. മുകളിൽ ഇങ്ങനെ വെള്ള കളറിൽ ഫുൾ ഐസായിരുന്നു ആ മല മൊത്തം. ഇപ്പോൾ പിന്നെ കുറച്ച് വെയിലായപ്പോൾ നല്ല നോർമൽ രീതിയിലായതാണ്. ഇത് ഞങ്ങളുടെ ഈ വില്ലയ്ക്കകത്തുള്ള ഒരു ചെറിയ ഒരു പാർക്ക് പോലത്തെ സ്ഥലമാണ്. പാർക്കല്ല, ആക്ച്വലി ഇത് പണ്ട് കാലത്ത് ഇവിടുത്തെ ഈ ഇസ്രായേൽ പാലസ്തീൻ യുദ്ധത്തിൻ്റെ സമയത്ത് ഞങ്ങളുടെ ഈ വില്ലേജിൽ നിന്ന് മരിച്ചുപോയ കുറച്ച് ആൾക്കാരുടെയൊക്കെ മെമ്മറീസ്, അവരുടെ ഓർമ്മയ്ക്കായിട്ട് ചെയ്തിരിക്കുന്ന ഒരു ചെറിയ ഇതാണ്. അപ്പോൾ നമുക്കത് കാണാം. ചെറിയൊരു ടാങ്കാണ്, ചെയിന് കാര്യങ്ങളെല്ലാം ഉണ്ട് ഇവിടെ. നമുക്ക് കാണാം അവരുടെ ഓർമ്മയ്ക്കായിട്ട് ജസ്റ്റ് ഇങ്ങനെ വെച്ചേക്കാൻ. എന്തൊക്കെയാണ് മരിച്ചുപോയ ആൾക്കാർ കാണാം. കുറേ പേരുണ്ട്. അവരുടെ ഓർമ്മയ്ക്കായിട്ട് അവരിങ്ങനെ വെച്ചേക്കുന്നതാണ്. ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്നതൊക്കെ ഇവിടുത്തെ ഈ ഞങ്ങളുടെ വില്ലയ്ക്കകത്തുള്ളൊരു കോഴി ഫാമാണ്. നല്ല ലോക്കാക്കിയിട്ടേക്കുവാണ്. വേറെ ദിവസം ഇതിനകത്ത് കയറാൻ പറ്റുവാണെങ്കിൽ നിങ്ങളെ കാണിച്ചു തരാം. ഒത്തിരി ഉണ്ട്, ഇങ്ങനെ താഴോട്ട് ഇങ്ങനെയുണ്ട്. ഇപ്പം നമ്പർ 2 എന്ന് പറയുന്ന ഒരു ബിൽഡിങ്ങാണ്. അങ്ങനെ നമ്പർ 3, 4, 5, 6 അങ്ങനെ ഒത്തിരി ഉണ്ട്.
കാണിച്ചു തരാം. താഴോട്ടുണ്ട് 15 റൂമുണ്ട് ഇതുപോലത്തെ. ഇതിനകത്ത് മുഴുവൻ ഇപ്പോൾ ഈ കോഴികളെ കൊണ്ട് ഇട്ടേക്കുന്നേ ഉള്ളൂ. അതുകൊണ്ടെല്ലാം ലോക്ക് ചെയ്ത് ക്ലോസ് ചെയ്തിട്ടേക്കുവാണ്. ആർക്കും അങ്ങോട്ട് കയറാൻ പറ്റത്തില്ല. കാണിക്കാം, എന്തെങ്കിലും ടൈം കിട്ടുവാണെങ്കിൽ ഒരു അതിനെപ്പറ്റി വീഡിയോ ചെയ്യാം. ബാ, എൻ്റെ കൂടെ നടന്നിട്ട് വരാം, വരൂ. ഇസ്രായേലിലെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എവിടെ നോക്കിയാലും പൂക്കളുടെ ഒരു സമ്മേളനമാണ്. എവിടെ നോക്കിയാലും പൂക്കളാണ്. നമ്മുടെ കാട്ടിലും പള്ളയിലും എല്ലാം നോക്കിയാലും പൂക്കളാണ്. ഈ കളയായിട്ട് വരുന്ന പുല്ലെപ്പോലും ഉണ്ടാകുന്ന പൂക്കൾ ഭയങ്കര രസമാണ് കാണാൻ വേണ്ടിയിട്ട്, ഒരു രക്ഷയില്ല. അപ്പോൾ ഞാൻ ഒരു കൂട്ടം കാണിച്ചിട്ട് നിങ്ങളെ. പൂക്കളുടെ ഒരു സമ്മേളനം എന്ത് രസമാണെന്നറിയോ. ഇത് ചുമ്മാ വേലിയിൽ കൂടെ വരുന്നതാണ്. ഇതിങ്ങനെ പൂവായിട്ടിങ്ങനെ വേലിയെ നിൽക്കുവാണ്. നമുക്ക് എന്നെ കളറാന്ന് നോക്കി, ഒരു രക്ഷയില്ല. കിടു ഫുള്ള് തേനീച്ച ചെയ്തതിൽ. അതാ ഞാൻ നേരത്തെ കാണിച്ച തേനീച്ചക്കൂടി ഇവിടെ എല്ലായിടത്തും കൊണ്ട് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ പൂക്കൾ വരുന്ന സമയം. അപ്പം ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. അപ്പം വീണ്ടും ഒരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും നമുക്ക് കാണാം. അപ്പം ഇസ്രായേലിൽ നിന്നും ടോം കുളവൻസ്. ബൈ.